രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ഏത് മനുഷ്യന്റെയും സ്വഭാവം മാറുമടോ. രാത്രിയായ മനുഷ്യന്റെ സ്വഭാവം മാറുകയാ. നമ്മൾ പകല് നടന്നു പോകുമ്പോ കടത്തുണ്ടെങ്കിലും വഴിയുടെ ഓരത്തിലുമൊക്കെ നായ കിടക്കുന്നത് കാണാം. എന്തൊരു ശാന്തമായ രീതിയിൽ, എന്ത് ശാന്തമായ രീതിയിൽ അതിന്റെ അടുത്തുകൂടെ നടന്നു പോയാ പോലും അതൊന്നും അനങ്ങാറില്ലടോ. ചിലപ്പോ വാലിങ്ങനെ അനക്കുകയാ, കണ്ണിങ്ങനെ തുറന്നു നോക്കുകയാണ്. എന്ത് ശാന്തമായി കിടക്കുന്നു. എന്നാ രാത്രിയായി കഴിഞ്ഞ സ്വഭാവം മാറുകയാണ്, ഓടുകയാണ്. റോഡിലൂടെ പോകുന്ന വാഹനത്തിന്റെ പുറകെ കുരച്ചുകൊണ്ടോടുകയാണ്. ഇതുപോലെ മനുഷ്യന്റെ സ്വഭാവം അങ്ങ് രാത്രിയായ മാറുകയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, വൈകുന്നേര സമയമായ നിങ്ങൾ കുട്ടികളെ പുറത്തു വിടല്ലേ, വീടിന്റെ അകത്ത് കയറി വീടിന്റെ അകത്ത് കയറ്റി വാതിലടയ്ക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമായ റൂമിന്റെ അകത്ത് കയറ്റി വാതിലടയ്ക്കാനാ പറഞ്ഞത്. പെങ്ങള്, ഇന്ന് പാതിരാത്രിയായി കഴിഞ്ഞ മക്കള് പകല് മുഴുവനും ഉറക്കമാണ്. അവര് രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത്. അവര് രാത്രിയായ കുട്ടികൾ മുഴുവനും പുറത്താണ്. നിങ്ങൾ ആലപ്പുഴ ടൗണിൽ പാതിരാത്രി 2 മണിക്ക് പോകുക, 40 വയസ്സിന് മുകളിലുള്ള ഒരാളെ കാണാൻ കഴിയില്ല. ആണാകട്ടെ പെണ്ണാകട്ടെ, 15ഉം 20ഉം 25ഉം വയസ്സുള്ള ചെറുപ്പക്കാരാണും പെണ്ണും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവരെ ചോദിക്കാൻ ആരുമില്ല, അവരെ ഉപദേശിക്കാൻ ആരുമില്ല. മക്കൾ മുഴുവനും പുറത്താണ് സഹോദര. ഉമ്മ പറഞ്ഞിരിക്കുന്നത്, രാത്രിയിൽ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. താക്കോല് വേണമെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചോ, ഇല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ അടകിലിരിക്കുന്നുണ്ട്. രാത്രി എപ്പോഴാണോ നിനക്ക് തോന്നുന്നത് ഒന്ന് തുറന്നു കയറി കിടക്കാൻ ഉമ്മ പറഞ്ഞു കൊടുക്കുകയോ. ഉപ്പയ്ക്ക് സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടുകയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലോ, മോശമായ ചങ്ങാതികളുടെ കൂടെ കൂടുകയാണ്. ആദ്യം വീടി വലിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് MDMഉം കഞ്ചാവും വരെ വലിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ കുട്ടികൾ മാറുകയാ. കാരണം സ്വാതന്ത്ര്യം കൂടി പോയടോ, അടിച്ചു വിട്ടിരിക്കുകയാണ്. മക്കളിന്ന് പുറത്താണ്. എന്റെ പിതാക്കന്മാരോട് ചോദിക്കട്ടെ, 10 മണിക്ക് മുമ്പേ വീടിന്റെ അകത്ത് ഞാനും നിങ്ങളും പേടിച്ചുകൊണ്ട് പാഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. നേരത്തെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ വീടിന്റെ വാതിൽ തുറക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. റമദാനാകാൻ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താ നിന്റെ മക്കള്. അവരടിച്ചു വിടാനുള്ളതല്ല, അവരടിച്ചു വിടാനുള്ളതല്ല. അവര് വേണ്ടതൊക്കെ നീ കൊടുക്കാനും പരിഗണിക്കാനും തയ്യാറായാൽ അവരെന്തിനാ പാതിരാത്രി 2 മണിക്ക് കടത്തിണ്ണയിൽ പോകുന്നത്? എന്തിനാ തെരുവിലൂടെ നടക്കുന്നത്, കൂട്ടുകാരുടെ കൂടെ നടക്കുന്നത്? നിങ്ങള് ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെ പ്രോത്സാഹനം കൊടുക്കുന്നത് മാതാപിതാക്കളോ? എല്ലാവരും ഇന്ന് റീൽസിന്റെ കാലമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നാറുണ്ട്. ഫുട്ബോൾ നടക്കുന്ന കാലമാണല്ലോ. അവന്റെ ടീം പരാജയപ്പെട്ടപ്പോ കരയുന്ന കുഞ്ഞിന്റെ വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യാൻ നാണമില്ലാത്ത ഉമ്മമാരുടെ കാലമാ. അല്ലാഹു അമാനത്തായി തന്ന പൊന്നുമോന്, അർജന്റീനയാകട്ടെ ബ്രസീലാകട്ടെ വേറെ ഏതെങ്കിലും രാജ്യമാകട്ടെ, ഫുട്ബോൾ കളിയിൽ നിന്ന് പരാജയപ്പെട്ടു പോയപ്പോ തന്റെ പൊന്നാര മകനിരുന്ന് കരയുന്ന വീഡിയെടുക്കാൻ നാണമില്ലേ ഉമ്മ? അത് ഷെയർ ചെയ്തിട്ട് ലൈക്ക് തണ്ടുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എവിടെ എത്തി നിൽക്കുന്നടോ ഈ ഉമ്മത്ത്? എവിടെ എത്തി നിൽക്കുന്നടോ? പ്രിയപ്പെട്ടവരെ, എല്ലാം മറന്നു പോവുകയാണ്. എന്തിനും ഒരു പരിധിയുണ്ടോ? സ്പോർട്സ് ഒക്കെ വേണം സഹോദര. ഫുട്ബോൾ കളിയൊക്കെ കാണുന്നതിന് കുറ്റം പറയുന്നില്ല. നീ ഇഷ്ടമുള്ളവനെ സ്നേഹിക്കൂ. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ, എല്ലാത്തിനും ഒരു അതിരുണ്ടല്ലോ. എന്തിനാ അതിര് കടന്നു പോകുന്നത്?
സ്വന്തം മക്കള് കരയുന്ന വീഡിയോ. പടച്ചോനെ എന്താപ്പ അല്ല, സ്വന്തം ഉമ്മ കരഞ്ഞ എങ്ങനെ കരയോ, സ്വന്തം വാപ്പ കരഞ്ഞ എങ്ങനെ കരയോ? അത് വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യുന്ന ഉമ്മമാര്. മോന് തന്റെ പാർട്ടി കരഞ്ഞ ഇങ്ങനെ പിടി പിടിച്ചിട്ടിടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ രാത്രി പുറത്തിറങ്ങി നോക്കിക്കേ, ഏതെങ്കിലും ഒരു പ്രായമുള്ളതിനെ കാണാനുണ്ടോ? വാപ്പ രാവിലെ എഴുന്നേറ്റ് പോകും, വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചിട്ട് കൊണ്ടു കൊടുക്കും. ഇവൻ രാത്രി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ചുമ്മാതല്ലേ ഇപ്പൊ എല്ലാത്തിനും പിടിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം നാട്ടുകാരെ നന്നാക്കാനല്ലേ സമയമുള്ളൂ, മക്കളുടെ കാര്യം നോക്കാനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ആഭ്യന്തര വകുപ്പ് ഒരു അടിച്ചു കലക്ക് നടക്കുക. അള്ളാഹുവെ ഏത് ദിവസം പത്രം എടുത്താലും ബറക്കത്തിന് നമ്മുടെ മക്കളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓരോന്നിന്റെയൊക്കെ പേര് MDM ആയിട്ട് പിടിച്ചവരുടെ പേര് ഖദീജ, ആയിഷ, സുബ്ഹാനല്ലാഹ്. ഒരുത്തന്റെ പേര് അബൂബക്കർ സിദ്ദീഖ്. ഇതിനെക്കാലം നല്ല പേരുണ്ടോ പൈനി? സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങൾ ഇപ്പൊ തുടങ്ങിയിരിക്കാം. പടച്ചവനെ, കൊടുങ്ങല്ലൂര് വിളിക്കുന്നതിനേക്കാളും വലിയ പെണ്ണുങ്ങൾ ഇപ്പൊ വിളിക്കണം അല്ലെ? എന്ത് ധൈര്യത്തിലാണ് വിളിക്കണത്? വീഡിയോ പിടിച്ചോടാ എന്താ വിളിക്കണത്? അല്ലാഹു ഹിമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം മംഗലാപുരത്തേക്ക് പൈസയും കൊടുത്തിട്ട് പഠിക്കാൻ വിട്ടതല്ലേ. നിനക്ക് സമയമില്ല ഇവിടുന്ന് മംഗലാപുരം വരെ നിന്റെ മോളെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിടാൻ. അവളെ വണ്ടി കയറ്റി വിട്ടു, പോത്തിനെ കയറ്റി വിടുന്ന പോലെ. ഓൾ എവിടെ പോയി ഇങ്ങനെ നടക്കാൻ നിനക്ക് സമയമില്ല നോക്കാൻ. നിനക്ക് അയൽവാസിയുടെ മോൾ എന്ത് ചെയ്യണം നോക്കാനാ സമയം. ആമിനാടെ മോൾ എന്ത് ചെയ്യുന്നു നോക്കാനാ സമയം.